നമ്മുടെ സ്വന്തം കരിക്ക് ടീമിന്റെ ഫുട്ബോൾ ടർഫ് ബിസിനസ് റൺ ചെയ്യുന്ന ഒരു വെബ് സീരീസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സ്കൂട്ട് എന്നായിരുന്നു വെബ് സീരീസിന്റെ പേര്. അപ്പൊ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആലോചിച്ചത് എങ്ങനെയായിരിക്കും ടർഫ് ഒക്കെ റൺ ചെയ്യുന്ന ആൾക്കാർ കൂടുതലായിട്ടും ടാക്സ് സേവ് ചെയ്യാന്നുള്ളത്. സോ ഇങ്ങനെ ടർഫ് ബിസിനസ് റൺ ചെയ്യുന്ന ആൾക്കാർക്ക് ടാക്സ് ചെയ്യുമ്പോൾ വരുന്ന 2-3 ടിപ്സ് ഉണ്ട്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിപ്രിസിയേഷൻ ആണ്. അതായത് നമ്മുടെ ടർഫിൽ യൂസ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഗ്രാസ്, ലൈറ്റിങ്, ഫെൻസിങ്, അതേപോലെ നമ്മുടെ ഡ്രസ് ചേഞ്ചിങ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ബിൽഡിങ്, ഇങ്ങനെയുള്ള ഐറ്റംസിന്റെ പുറത്ത് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ ഒരു എക്സ്പെൻസ് ആയി നമ്മുടെ ഇൻകത്തിൽ നിന്ന് കുറച്ചാൽ ആ എക്സ്പെൻസ് കുറച്ചിട്ടുള്ള ബാക്കി ഇൻകത്തിന് പുറത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതിയാകും? ടാക്സ് കാൽക്കുലേറ്റ് ചെയ്താൽ മതിയാകും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ടർഫിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലാൻഡിന്റെ പുറത്ത് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ലാൻഡ് എന്ന് പറയുന്നത് ഒരു നോൺ ഡിപ്രീഷ്യബിൾ അസറ്റ് ആണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഇൻഡിവിജ്വൽ ആയിട്ട് ഒറ്റയ്ക്കാണ് ഈ ബിസിനസ് റൺ ചെയ്ത് പോകുന്നത്. നമ്മൾ ഒരു രജിസ്റ്റേർഡ് കമ്പനിയോ അല്ലെങ്കിൽ ഒരു LLP ബിസിനസ് ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ ഇൻകത്തിന്റെ പുറത്ത് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം പ്രിസംപ്റ്റീവ് ടാക്സേഷൻ എന്ന് പറയുന്നൊരു മെത്തേഡ് ചൂസ് ചെയ്യാം. അതായത് നമ്മൾ ഡിക്ലെയർ ചെയ്യും നമ്മുടെ ടോട്ടൽ ഇൻകത്തിന്റെ 6% അല്ലെങ്കിൽ 8% പുറത്ത് നമ്മൾ എന്ത് ചെയ്തോളാം? ടാക്സ് പേ ചെയ്തോളാം എന്നുള്ളത്. അത് നമ്മൾ ചൂസ് ചെയ്യുന്നത് 2 രീതിയിലാണ്. ഒന്നാമത്തെ കാര്യം, നമുക്ക് കിട്ടുന്ന റവന്യൂ അല്ലെങ്കിൽ ക്യാഷ് എന്ന് പറയുന്നത് ഡിജിറ്റൽ പേയ്മെന്റ് മോഡലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ടോട്ടൽ ഇൻകത്തിന്റെ 6% ആയിരിക്കും നമ്മുടെ ടാക്സ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന എമൗണ്ട്. അതല്ല ക്യാഷ് പേയ്മെന്റ് ആണ് അല്ലെങ്കിൽ ക്യാഷ് മെത്തേഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് 8% ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഡിജിറ്റലി പേയ്മെന്റ് മേടിക്കുന്ന ഒരാളാണ്. എനിക്ക് ഒരു വർഷം 15 ലക്ഷം രൂപയോളം റവന്യൂ വന്നു കഴിഞ്ഞാൽ ഞാൻ ഡിക്ലെയർ ചെയ്യും ഈ 15 ലക്ഷത്തിന്റെ 6% പുറത്ത് ഞാൻ എന്ത് ചെയ്തോളാം? ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തുകൊള്ളാം. സോ ഈ 15 ലക്ഷത്തിന്റെ 6% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കവിടെ 90,000 രൂപ വരും. പക്ഷേ ഈ 90,000 രൂപ എന്ന് പറയുന്നത് നമ്മുടെ ടാക്സ് സ്ലാബ് എമൗണ്ടിന്റെ താഴെ വരുന്നത് കൊണ്ട് നമുക്ക് അവിടെ എന്ത് വരുന്നില്ല? ഒരു ടാക്സ് ലയബിലിറ്റി ക്രിയേറ്റ് ആകുന്നില്ല. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ടാക്സ് സേവ് ചെയ്ത് നമുക്ക് ടാക്സ് പേ ചെയ്യേണ്ട എന്നൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ മാറാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഈ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ എന്ന് പറയുന്ന മെത്തേഡ് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഓൾഡ് റെജീമി അല്ലെങ്കിൽ ന്യൂ റെജീമി സിസ്റ്റം ഒക്കെ എന്താണ് നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ആ മെത്തേഡ്സ് യൂസ് ചെയ്യുമ്പോഴാണോ അല്ലെങ്കിൽ ഈ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുമ്പോഴാണോ ഏറ്റവും കുറവ് ടാക്സ് നമുക്ക് വരുന്നത്, ആ മെത്തേഡ് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് മുന്നോട്ടേക്ക് ചൂസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. ഇനി മൂന്നാമതായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മളൊരു ഇൻഡിവിജ്വൽ ആയിട്ടാണ് ബിസിനസ് റൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കതിനൊരു LLPയോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ബിസിനസ് റൺ ചെയ്യുന്ന പേഴ്സൺ എന്നുള്ള പേരിൽ നമുക്ക് തന്നെ മാർക്കറ്റ് ബേസ് ചെയ്തിട്ട് ഒരു എമൗണ്ട് സാലറി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എഴുതിയെടുത്ത് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാനായിട്ട് പറ്റും. സോ ആ എക്സ്പെൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടോട്ടൽ നിൽക്കുന്ന റെഡ്യൂസ് ചെയ്ത് ആ കുറച്ച് എമൗണ്ടിന് പുറത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ടാക്സ് പേ ചെയ്താൽ മതി. ഇനി അതല്ല, നമ്മളൊരു LLP ബിസിനസ് ആണ് അല്ലെങ്കിൽ ഒരു കമ്പനിയാണ്, ഈ നമ്മൾ പാർട്ട്നേഴ്സിൽ ആരെങ്കിലും ഒരാളുടെ പേരിലാണ് ഈ ലാൻഡ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ലാൻഡിന് മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് ഒരു റെന്റ് എമൗണ്ട് എഴുതിയെടുത്ത് ആ റെന്റ് എമൗണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പെൻസ് ആക്കി ഡിഡക്ട് ചെയ്ത് നമുക്ക് ടാക്സ് സേവ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടാണോ, ഒരു LLP ആയിട്ടാണോ, ഒരു കമ്പനി ആയിട്ടാണോ, അതുമല്ല ഒരു പ്രിസംപ്റ്റീവ് ടാക്സേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണോ, ന്യൂ റെജീമി ആണോ, ഓൾഡ് റെജീമി ആണോ, ഏത് ബേസിസിനാണോ നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആയിട്ട് ടാക്സ് സേവ് ചെയ്യാൻ പറ്റുന്നത്, ആ മെത്തേഡ് ചൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുമ്പോട്ടേക്ക് പോകാനായിട്ട് പറ്റും. സോ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മളുമായിട്ട് ബന്ധപ്പെടുക. താങ്ക് യു.